കൊച്ചാ? അതിന് നിന്റെ ആങ്ങളുടെ ഭാര്യ പ്രസവിച്ച കൊച്ചാണോ? അത് പോലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏതോ കണ്ടവന്റെ കൊച്ച്, അത് അവന്റെ കൊച്ചാവൂല. ഞാൻ ഇനിയും പറയും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു മേടിക്കണോ? ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത വിവരം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. അതെനിക്ക് ഇഷ്ടമുള്ള മേടിച്ച് ഞാൻ ഇഷ്ടമുള്ള എന്റെ ആങ്ങളുടെ കൊച്ചിന് കൊടുക്കും. എന്തോ നിങ്ങള് ഈ അലമാരയുടെ മേടിൽ ഇരുന്ന പാവ എവിടെ? അതാണോ നീ എടുത്ത് കൊടുത്തത്? എടി ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് അങ്ങനെ കണ്ട പിള്ളേർക്ക് എടുത്ത് കൊടുക്കാനല്ലേ ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കണത്. നിനക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ വെച്ച് കളിച്ചാൽ മതി. എവിടെയെങ്കിലും കിടക്കണം പിള്ളേർക്ക്. ഇതെന്റെ വീട്, ഇതെന്റെ ഭാര്യ, ഇതെന്റെ കൊച്ച്. ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കും. അത് ചോദിക്കാൻ നീ ആണോ? ആണോ നീ? കുഴപ്പം ഞാൻ പറഞ്ഞോണ്ട്. പിന്നെ നീ വാടാ, എന്റെ കൈ വെറുതെ ഇരിക്കുന്നില്ല. ഒന്നുമില്ലടാ, പാവയെടുത്താട്ടെ കൊടുത്തതിന് അതൊക്കെ പോയിക്കോ. എവിടെ നിന്നാലും എല്ലാ സാധനവും മേടിച്ചോണ്ട് വന്നോളാം. ഞാൻ എന്തൊക്കെ ഇവിടെ മേടിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു ഇവിടെ കിട്ടണം. അവർക്ക് അങ്ങനെ മേടിക്കാൻ ഗതിയില്ലാത്തവരൊന്നും അല്ല. അവര് വാങ്ങിച്ചു കൊടുത്തോണം. മക്കള് മേടിക്ക്. മാമനെ പറഞ്ഞ കൊടു, മക്കള് കൊടു, എല്ലാം കൊടുക്ക്. എന്തിനാ പഠിക്കുന്നത്? കൊടു, എല്ലാരും വിട്. ഒന്നുമില്ല, എല്ലാം കൊടുത്താ മക്കള്. ഇനി എന്താ ഉള്ളേ? ചേച്ചി കഴിച്ചു പോയി.